الإسلامية، فجزا الله لهم عنا جميعا خير ما يجزي أولياءه الصابرين القائمين القانتين. واسمحوا لي أن أنتقل إلى لغة قومي ألا وهي لغة كيركا، فإن هذه المحاضرة مني ومن أمثالي مستهدفة لهذا الحضور، فسامحوني وطيب الله نياتكم. സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൽ ഈ രാജ്യം നേരിട്ട് തന്നെ ഇങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹു തന്നിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഭക്ഷണവും സുരക്ഷിതത്വവും അതിൽ വളരെ പ്രധാനമാണ്. فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. വിശക്കുന്നവന് ആഹാരം, ദാഹിക്കുന്നവന് വെള്ളം, അത്അമഹും മിൻ ജൂഅ് വളരെ പ്രധാനമാണ്. വആമനഹും മിൻ ഖൗഫ്, ലോകമാകെ ഭീതി, അസ്വസ്ഥത നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സുരക്ഷിതത്വത്തിന്റെ ഒരു തുരുത്ത് നമുക്ക് കിട്ടുന്നു എന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഈ പ്രസംഗത്തിൽ സൂറത്തുൽ ഹിജ്റത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കപ്പെടേണ്ടത്. അങ്ങനെയാണ് ശരി. തഅമ്മുലാത്ത് ഫീ സൂറത്തുൽ ഹിജ്റത്ത്. സൂറത്തുൽ ഹിജ്റത്ത് പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈ ഇല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ഇത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ചില മര്യാദകളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. പൊതുവെ ഈ സൂറത്ത് തുടർന്ന് പറയുന്ന ആയത്തുകളിലൊക്കെ ഒരു മുസ്ലിം സമൂഹം അതിന് ഔപചാരികതയുടെ പരിവേഷണം ഉണ്ടായില്ലെങ്കിലും ഒരു മുസ്ലിം സമൂഹം ജീവിതത്തിൽ പരിപാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ താഴെ തട്ടിൽ നിന്ന് തന്നെ അള്ളാഹു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും മുന്നിൽ നിങ്ങളൊന്നും കടന്നു ചെയ്യരുത്. നേതൃത്വത്തെ അംഗീകരിക്കണം. നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് നേതൃത്വത്തിന്റെ താല്പര്യങ്ങളും മനോഗതങ്ങളും മനസ്സിലാക്കാതെ നിങ്ങൾ ഒരടി മുന്നോട്ട് പോകരുത്. തുടർന്ന് അള്ളാഹു പറയുകയാണ് لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തരുത്. ഭരിക്കുന്നവരെ, നേതൃത്വം നൽകുന്നവരെ വളരെ ബഹുമാനത്തോടെ സമീപിക്കുകയും അവരെ കൗണ്ടർ ചെയ്തുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ ലംഘിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സംസാരവും പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വളരെ അച്ചടക്കമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഒരു സൂറത്തിൽ ഏതാണ്ട് മുഴുവനാണ് അള്ളാഹു ഇത്തരം കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് എന്തെങ്കിലും പറയുമ്പോൾ, എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ഖുർആൻ മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അത് പൊതുസമൂഹത്തെ, സംബോധിത വിഭാഗത്തെ, മുഖാത്തബിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. ഖുർആൻ പറയുന്നതാണ്, കൂടി ആലോചിച്ചു വേണം ചെയ്യാൻ. സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ, അവരുടെ മനോഗതങ്ങൾ, താല്പര്യങ്ങൾ, അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ എത്തിച്ചേരലുകൾ അതൊക്കെ മാനിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇതിന് ഉപകാരമായിട്ട് ഒരു കൊച്ചു സംഭവം അല്ലെങ്കിൽ വലിയ ഒരു സംഭവം
ഞാൻ എടുത്തു വെക്കുകയാണ്. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു, എല്ലാവർക്കും അറിയാം, ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഉഹദ് യുദ്ധത്തിൽ തിരിച്ചൊരനുഭവമാണ് ഉണ്ടായത്. ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്നത് സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് സഹാബികളോട് അഭിപ്രായമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടാതെ വന്ന, അല്ലെങ്കിൽ ആ സമയത്ത് പോകാൻ പറ്റാതെ വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരും മറ്റു ചിലരും ഉഹദ് യുദ്ധത്തിൽ പോകണമെന്ന അഭിപ്രായക്കാരാണ്. അതിന്റെ പശ്ചാത്തലം മക്ക തോറ്റത് കൊണ്ട് ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്, അതിനെ പ്രതിരോധിക്കണമെന്നായിരുന്നു തന്നെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അഭിപ്രായത്തോട് യോജിച്ചിരുന്നില്ല. ഇപ്പോ ഉഹദ് യുദ്ധത്തിന് അല്ലെങ്കിൽ മക്കക്കാരെ പ്രതിരോധിക്കാൻ നമ്മൾ പോകേണ്ടതില്ല എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുതിർന്ന സഹാബത്തിന്റെയും അഭിപ്രായം. അവർ വിചാരിച്ചിരുന്നത് മദീന പുറത്തു പോകും, കടക്കുകയില്ല. മദീന പുറത്ത് കടന്നാൽ പരാജയം സംഭവിച്ചേക്കാം. മദീനയെ ആക്രമിക്കാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർ തോറ്റിരിക്കും, അതായത് കാഴ്ചപ്പാട്. പക്ഷെ ചെറുപ്പക്കാരും ബദറിൽ പങ്കെടുക്കാൻ പറ്റാത്തവരും ഉഹദിന് അല്ലെങ്കിൽ അവർ മക്കക്കാരെ നയിക്കുന്ന പ്രതിരോധ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കാൻ പോകണമെന്നുണ്ടാകും. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അഭിപ്രായം സ്വീകരിച്ചു. അവിടെ പോകാൻ തീരുമാനിച്ചു. നബിക്ക് ഉള്ളിൽ പോകണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നബി അകത്ത് കടന്ന് വസ്ത്രം ധരിച്ചു, യുദ്ധത്തിലുള്ള വസ്ത്രം ധരിച്ചു. അപ്പോ സഹാബത്തിനിടയിൽ ചർച്ചയുണ്ടായി. നബിയുടെ അഭിപ്രായം മാനിക്കാതെ, നബിയുടെ ഹിതവും ഇംഗിതവും ആശയം നോക്കാതെ നമ്മൾ നബിയുടെ യുദ്ധത്തിൽ പോകണമെന്ന് പറഞ്ഞത് അനുചിതമായോ എന്നൊരു സംശയം അവർക്കിടയിലുണ്ടായി. അവരിൽ മുതിർന്നവർ നബിയോട് പറഞ്ഞു, നബിയെ അന്ന് മനസ്സുകൊണ്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം ഞങ്ങൾ പിൻവലിക്കുകയാണ്, നമുക്ക് പോകണ്ടായി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ അവതരിപ്പിക്കാൻ കഴിയുകയുണ്ടായി. ലൈസ ലിനബിയ്യിൻ ഇദാ ലബിസ ഉമ്മതഹു അൻ യതഅഖർ ഹത്താ യുഖാതിൽ ഔ കമാ ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നബി, ഒരു പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി പടച്ചട്ടയറിഞ്ഞാൽ യുദ്ധം ചെയ്യാതെ പിന്തിരിയാൻ പാടില്ലായിരുന്നു. പ്രവാചകന്മാരും നേതാക്കന്മാരും പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, പിന്നെ ചാഞ്ചല്യവും സംശയവും വേണ്ടയോ എന്ന ആ ഒരു ചാഞ്ചാട്ടവും ഉണ്ടാകാൻ പാടില്ല. പടച്ചട്ടയറിഞ്ഞ യുദ്ധം ചെയ്യുവതല്ല. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേക്ക് പുറപ്പെട്ടു, സഹാബത്ത് പുറപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ സംഭവിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഷാഫിറും എന്നുകൂടി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഒറ്റ യാത്രയാണ്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഇത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്ന ശൈലിയല്ല. കൂടിയാലോചിച്ച് ഹിതങ്ങൾ നോക്കി തീരുമാനമെടുത്താൽ പിന്നെ അള്ളാഹുവിനെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ്. അപ്പൊ നേതാക്കളുടെ ഇംഗിതങ്ങളും ഹിതങ്ങളും നമ്മൾ ശരിയാണെന്ന് മനസ്സിലാക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നാൽ, നമ്മൾ പൊതുവെ ലോകത്തൊട്ടാകെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് തിന്മ പറഞ്ഞു കൊടുക്കാൻ നേതാക്കൾക്കൊപ്പം ജനാധിപന്മാർക്കൊപ്പം ഒരു വിർണം, അവർ വിമാനപുഷ്പം എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹൽ
മുഅ്മിനീങ്ങളോട് പറയുന്നു, ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വസ്തുതാന്വേഷണം നടത്തി കാര്യങ്ങളിൽ വ്യക്തത വരുത്തി എന്നിട്ട് ആക്ഷനിലേക്ക് കടക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ പശ്ചാത്തലം, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ആയത്തിന്റെ പശ്ചാത്തലം ഇമാമുൽ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂൽ മുസ്തലിഖ് ഗോത്രക്കാരിൽ നിന്ന് എന്നാണ് എൻ്റെ ഓർമ്മ, സക്കാത്ത് ലഭിക്കാൻ ആളെ ഏൽപ്പിച്ചു. അതിലൊരു സമയം നിശ്ചയിച്ചു. അവര് സക്കാത്ത് സമയത്ത് തന്നെ കൊടുക്കാൻ സന്നദ്ധരായിരുന്നു. പക്ഷെ സംഭവിച്ചത് സമയം കഴിഞ്ഞിട്ടും സക്കാത്ത് ലഭിക്കുന്ന ഒരാൾ ജാമ്യ സക്കാത്ത് എത്തിയില്ല. വാസ്തവത്തിൽ വില വീഴാനുണ്ടായ കാരണം നബി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന് ഈ ഗോത്രക്കാരുമായി ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. അവിടെ ചെന്ന് സക്കാത്ത് ലഭിക്കാൻ പുറപ്പെട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അയാൾക്ക് സ്വന്തം ശങ്ക തോന്നിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകാതെ അവരെ കൊല്ലാൻ പ്ലാനിട്ടു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സംഘത്തെ വസ്തുതാന്വേഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ഈ ആ സംഘം ഈ ഗോത്രത്തിൽ എത്തുന്നതിന് വലിയ സ്ഥലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാനായിട്ട് സക്കാത്തിന്റെ കുമ്പാരമായി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടുന്നത്. ഇത് ആദ്യം അയക്കപ്പെട്ട ദൂതന്റെ ഭാഗത്ത് നിന്നുള്ള ഉപേക്ഷയാണ്. ആ സാഹചര്യത്തിലാണ് കൂടുതൽ ചരിത്രമായാണ് അള്ളാഹു പറയുന്നത്, ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ആരെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി തഖ്വയില്ലാത്ത ആൾക്കാർ, അള്ളാഹുവിനെ പേടിക്കാത്ത ആൾക്കാർ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിൽ വ്യക്തത വരുത്തണം. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, വസ്തുത വിരുദ്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിഭാഗത്തിനെതിരെ നിങ്ങൾ നീക്കം നടത്തുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ഒറ്റക്കെട്ടാവ് ഒന്നിച്ചുള്ള ഒറ്റയാത്രക്ക് വിഘ്നം വരുത്തുന്ന തരത്തിൽ ആരുടെയും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നത് ഊതി കൊടുക്കുക, ആ പണി ചെയ്യരുത്, അത് സൂക്ഷിച്ചിരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഈ ആയത്തിന്റെ ഒരു ആസ്വാദനം, ഇതിന്റെ ഒരു ആശയ സംഗ്രഹം ഈ പ്രസംഗത്തിൽ നടത്തണമെന്ന് നിങ്ങളുടെ ഷെഡ്യൂളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൂറത്ത് എടുത്തിരിക്കുന്നത്. വളരെ മോഹൻസുള്ള പിന്നെ രണ്ട് മൂന്ന് ആയത്തുകളിൽ കൂടെ പറയുന്നു, രണ്ട് വിഭാഗം തർക്കതയായ സ്പർദ്ധയും അകൽച്ചയുമായ മുസ്ലിങ്ങളുടെ കടമ എന്താണ്? ഒരു നന്നാക്കുകയാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഭരണവർഗം അല്ലെങ്കിൽ നേതൃത്വം അല്ലെങ്കിൽ ഉമറാവ് പക്ഷം ചേരാതെ കാര്യങ്ങൾ സംഭവമായി ഭാര്യയുടെ ഭർത്താവിന്റെയും കുടുംബങ്ങളോട് സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്നിട്ട് ഉമ്മറോട് പറഞ്ഞു, അവർ ശരിയറിഞ്ഞില്ല, നന്നാക്കാൻ പറ്റുന്നില്ല. ഉമ്മറോന്റെ കയ്യിൽ ഒരു വടിയുണ്ടാവും, ഈ ദർവ കൊണ്ട് ഈ ദൂതന് ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, സദഖല്ലാഹു വകദബ് സദഖല്ലാഹു വകദബ് ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ. ഭാര്യയും ഭർത്താവും സബ്ജയും ഫാസിലു ബൈനഹുമ ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു
യുഹ്യില്ലാഹു അള്ളാഹു നന്നാക്കുമെന്ന് അന്ന് പറഞ്ഞത്. പിന്നെ താങ്കൾ തിരിച്ചു വന്നിട്ട് നന്നാകുന്നില്ല എന്ന് എങ്ങനെ പറയുന്നവർക്ക് അടി കൊടുത്തപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു ചെന്നിട്ട് രണ്ട് വിഭാഗത്തെയും കൂട്ടിയിരുത്തി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു. അള്ളാഹ് പറഞ്ഞത് ശരിയാണ്. അള്ളാഹു അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കട്ടകങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ ചെറുതുപരുന്നമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവോ അതിൻ്റെയൊക്കെ മൂലകാരണങ്ങൾ മനസ്സിലാക്കി വ്യക്തത വരുത്തി സ്പഷ്ടത വരുത്തി താഴെത്തട്ടിലേക്ക് ഇറങ്ങി എല്ലാവരെയും കണ്ട് നന്നാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ നന്നാക്കാനുള്ള വലിയൊരു അവസരമാണ് റമദാനിന്റെ അവസരം. കാരണം റമദാനിൽ നമ്മൾ ധാരാളമായി ഖുർആൻ ഓതുന്നു, നമ്മൾ ധാരാളമായി നിസ്കരിക്കുന്നു, നമ്മൾ വിശന്ന് ദാഹിച്ച് എന്താണ് വിശപ്പ്, എന്താണ് പ്രശ്നം, എന്താണ് പ്രയാസം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈമാനിലൊക്കെ പ്രവർത്തനം. അള്ളാഹു രക്ഷമാറാകട്ടെ. هذا البلد الطيب المتحضر المتمدن الوالد الشيخ زايد بن سلطان واخاه راشد المكتوم ورحم الله شهداء هذا الوطن الغالي ووفق الله لحاكم هذا البلد الشيخ محمد بن زايد ووفق ايضا لنوابه وابنائه ولسائر الامارات العربيه المتحده